ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ചരിത്ര പ്രധാനമായ സൈനിക നീക്കത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേന അതിന്റെ ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിന് തയ്യാറെടുക്കുകയാണ്. അതും ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള വടക്കു കിഴക്കൻ മേഖലയിൽ. എന്തുകൊണ്ടാണ് ഈ അഭ്യാസത്തിന് ഇത്ര പ്രാധാന്യം? ഓപ്പറേഷൻ സിന്ദൂർ ഒരു സാധാരണ സൈനിക പരിശീലനമായിരുന്നില്ലല്ലോ. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഒരു ശക്തമായ സൈനിക നടപടിയായിരുന്നു അത്. ആ ഓപ്പറേഷന്റെ അതേ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയുമാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ ഈ പുതിയ അഭ്യാസത്തെ നോക്കിക്കാണുന്നത്. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 16 വരെ, അതായത് 22 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അഭ്യാസം ആസാം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ തന്ത്രപ്രധാന സംസ്ഥാനങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. ഈ അഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യമിടുന്നത് ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന ഇടുങ്ങിയ സിലിഗുരി ഇടനാഴിയിലാണ്. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള ഈ നിർണായക മേഖലയിൽ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ഇന്ത്യയുടെ സജ്ജീകരണം ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ. ഹസിമാരയിൽ നിന്നുള്ള റഫാൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വ്യോമസേനയുടെ ഏറ്റവും പുതിയതും മികച്ചതുമായ എല്ലാ യുദ്ധവിമാനങ്ങളും ഈ ശക്തി പ്രകടനത്തിൽ അണിനിരക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക അഭ്യാസം എന്ന വിശേഷണം തന്നെ ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത് വെറും ഒരു സാധാരണ പരിശീലനമല്ല. അതിർത്തിയിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയും ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള നിശ്ചയദാർഢ്യവും ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു നിർണായക നീക്കമാണ് ഈ മെഗാ സൈനിക അഭ്യാസം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.